അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ 4:30 ആയപ്പോൾ ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മൾ പറമ്പിൽ പച്ചക്കറിയെല്ലാം നനച്ചു. കുറേ കപ്പയ്ക്കകത്തൊക്കെ കുറച്ച് കാടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെത്തി. കുറച്ച് കപ്പത്തടം പുതിയതെടുത്തു. അപ്പം പോകാൻ നേരമായപ്പോൾ എൻ്റെ കൂൺപെരയ്ക്കുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നത്തേക്ക് കറി വെക്കാനുള്ള കൂണും കിട്ടി. അങ്ങനെയുണ്ട്. മിനിഞ്ഞാന്ന് ഇത്രയും കൂണ് കിട്ടിയായിരുന്നു. 1 കിലോളം അടുത്ത് എനിക്ക് കിട്ടിയായിരുന്നു. ഇതിപ്പോൾ ഒരു 1.5 കിലോ ഉണ്ടാവും. വലിയ കൊലയാണ്. ഇത് കണ്ട, ഞാനൊന്ന് അനങ്ങിട്ടുണ്ട് താഴെ പോവും. അപ്പോൾ എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇടുക്കിയിലെ മിടുക്കി 2 യൂട്യൂബ് ചാനലത്ത് എനിക്കിടാനുള്ളൂ. അല്ലാതെ ഓരോ ബ്ലോഗർ ചെയ്യുന്നത് പോലെ, അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ യൂട്യൂബർ ആയാലും ചെയ്യുന്നത് കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം മറ്റുള്ളവരെ വെറുതെ ട്രോളുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരിലൂടെ പൈസ ഉണ്ടാക്കുക, വൈറലായി. അതൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. അങ്ങനത്തെ ഒരാളല്ല ഞാനും ഒരു 5-6 വർഷമായിട്ട് യൂട്യൂബ് ചാനൽ എനിക്കുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ഇടുന്നത് എൻ്റെ ശരികളും ഞാൻ ചെയ്യുന്ന ജോലികളും മാത്രമാണ്. അപ്പോൾ ഇത് എൻ്റെ ജോലികളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടമുള്ളവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പുതിയ ചാനലാണ് ഇടുക്കിയിലെ മിടുക്കി 2 യൂട്യൂബ് ചാനൽ. ഇടുക്കിയിലെ മിടുക്കിയുണ്ട്. ഇടുക്കിയിലെ മിടുക്കി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അത് 13,5 സബ്സ്ക്രൈബ് ഉണ്ട്. അത് എനിക്ക് മോണിറ്റേഷൻ ആകാത്തതിൻ്റെ പേര് ഞാൻ വേറെ പുതിയ ചാനൽ എടുത്താണ്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ ആദ്യത്തെ ഇടുക്കിയിലെ മിടുക്കി എന്ന ചാനലിന് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇടുക്കിയിലെ മിടുക്കി 2 സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചങ്കുകളായിട്ട് എൻ്റെ കൂടെ നിന്നാൽ ഞാൻ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ കാണാം. അടുത്ത വർഷമാകുമ്പം ഞാൻ എൻ്റെ ഈ പറമ്പിൽ ഞാൻ ചെയ്ത കൃഷിയിൽ നിന്ന് എടുക്കുന്ന ആദായങ്ങൾ നിങ്ങൾക്ക് കാണാം. ഞാനിത് പറയാൻ കാരണം, ഞാൻ ചെയ്യുന്നത് കണ്ട് പലരും കൃഷിപ്പണി ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. അതായിരിക്കണം നമ്മുടെ വീഡിയോ, അതായിരിക്കണം നമ്മുടെ കണ്ടൻറ്റ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും മറ്റുള്ളവർ അത് ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. കാരണം ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയാറുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ എന്നോട് പറയാറുണ്ട്, ഇടുക്കിയിലെ മിടുക്കിയുടെ വീഡിയോ കാണുമ്പോൾ എൻ്റെ മടിയൊക്കെ മാറി, ഞാൻ പറമ്പിലിറങ്ങി പണി ചെയ്യാറുണ്ട്, ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ തയ്യൽ പിടിക്കാൻ പോകുന്നുണ്ട്, ഞാനിപ്പോൾ തയ്ക്കുന്നുണ്ട്. നേരത്തെ കുറച്ച് തയ്യൽ പഠിച്ചായിരുന്നു, ഭയങ്കര മടിയായിരുന്നു. മിടുക്കിയുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാനും ഇപ്പോൾ പഴയ പോലെ നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പം 10 പൈസ കയ്യിൽ എടുക്കാനും ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴല്ലേ സന്തോഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഇടുക്കിയിലെ മിടുക്കി 2 യൂട്യൂബ് ചാനൽ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.